മൈസൂർ ക്രിക്കറ്റ് ക്ലബിൻ്റെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. ഇനി ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, 31 December 2024. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ഇയർ എന്ന് പറയുന്നത്. ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തന്നിട്ടുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും തന്നിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൺസൈറ്റ് നോക്കാം. ഐറ്റംസ് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ ഇൻകം ആണെങ്കിൽ ഐ എന്നൊന്നും ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക, എക്സ്പെൻസ് ആണെങ്കിൽ ഇ എന്നൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക, ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ ബി എന്നൊന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ റെസിപ്റ്റ് സൈഡ് നോക്കാം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അത് നമുക്ക് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ 3 ഇയറിൽ തന്നിട്ടുണ്ട്. 2023 തന്നിട്ടുണ്ട്. 2023 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. 2024 എന്ന് പറയുന്നത് ഈ വർഷം കറണ്ട് ഇയർ ആണ്. ഇനി 2025 എന്ന് പറയുന്നത് സബ്സിക്വൻറ്റ് ഇയർ ആണ്. അപ്പോൾ സബ്സിക്വൻറ്റ് ഇയറിൽ നമ്മളിപ്പോൾ ഈ വർഷം ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇയറിൽ റിസീവ് ചെയ്തിട്ടുള്ളത് അഡ്വാൻസ് ആണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കറണ്ട് ഇയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മളവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. സോ 2024 സബ്സ്ക്രിപ്ഷൻ മാത്രമായിരിക്കും നമുക്കവിടെ ഇൻകമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി അതുപോലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ലെഗസി ആണ്. ലെഗസി സാധാരണ ഗതിയിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ ഐറ്റമായിട്ടാണ് കാണിക്കുന്നത്. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ വന്നിട്ട് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മുടെ ഇൻകമായിട്ട് വരുന്ന ഐറ്റമാണ്. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഒരു സ്പോർട്സ് എക്യുപ്മെൻറ്റ് സെയിൽ ചെയ്തു, അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 1500. ഇനി ഐറ്റത്തിനുള്ളിൽ തന്നെ കോസ്റ്റ് ₹2000 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്പോർട്സ് എക്യുപ്മെൻറ്റിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2000 ആണ്. അപ്പോൾ 2000 വിലയുള്ള ഒരു സ്പോർട്സ് എക്യുപ്മെൻ്റ് ആണ് 1500-ന് സെയിൽ ചെയ്തത്. അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക ലോസ് ആണ്. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ എവിടെ കാണിക്കണം? എക്സ്പെൻഡിച്ചറിൻ്റെ സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ അവിടെ നിന്ന് ലോസ് ഓൺ സെയിൽ എന്ന് എഴുതി വയ്ക്കാം. ഇനി അടുത്തത് വന്നിട്ട് ഇൻട്രസ്റ്റ് ആണ്. റെസിപ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്, സോ അത് ഇൻകമാണ്. ഇനി പേയ്മെൻറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഇതൊരു സ്പോർട്സ് ക്ലബ്ബാണല്ലേ, ക്രിക്കറ്റ് ക്ലബ്ബാണ്. സോ അതുകൊണ്ട് തന്നെ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അസറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന റൈറ്റാണ്. സോ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. അടുത്തത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസസ് ആണ്. പീരിയോഡിക്കൽസ് എക്സ്പെൻസസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഐറ്റമാണ്. ഇനി അടുത്തത് റെൻ്റാണ്. ഈ റെൻറ്റും 2023 വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ 2023 നമുക്കറിയാം പ്രീവിയസ് ഇയർ ആണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. 2024 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കറണ്ട് ഇയറിലെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുകയുള്ളൂ. സോ റെൻറ്റിൻ്റെ 2024 ഐറ്റം ആയിരിക്കും എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ കാണിക്കുക. ഇനി അപ്പ് കീപ്പ് ഓഫ് ഗ്രൗണ്ട് എക്സ്പെൻസസ് ആണ്. സാലറി എക്സ്പെൻസസ് ആണ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ആണ്. പിന്നെ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുക. ഇനി അതിന് താഴെ ലെഡ്ജർ ബാലൻസ് ആസ് ഓൺ 1/1/2024 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1/1/2024 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. കറണ്ട് ഇയറിലെ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് കുറച്ച് ബാലൻസസ് തന്നിട്ടുണ്ട്. നോക്കുക, അസറ്റിൻ്റെയും ലൈബിലിറ്റിയുടെയും ബാലൻസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്പോർട്സ് എക്യുപ്മെൻ്റ് ഉണ്ട്, 12,000 തന്നിട്ടുണ്ട്. ഫർണിച്ചർ 18,000 തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ആ ക്യാപിറ്റൽ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അസറ്റ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. സ്പോർട്സ് എക്യുപ്മെൻറ്റ് അസറ്റാണ്, ഫർണിച്ചർ അസറ്റാണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും അസറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് മാത്രമാണ് ലൈബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റലൈസ് 50% ഓഫ് ലെഗസീസ് ആൻഡ് എൻട്രൻസ് ഫീ. അപ്പോൾ ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. ലെഗസിയും അതുപോലെ തന്നെ എൻട്രൻസ് ഫീൻ്റെയും കേസിൽ നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യണം, 50% ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ക്യാപിറ്റൽ റെസിപ്റ്റ് പോലെ അത് ട്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെഗസിയുടെ എമൗണ്ടിന്മേൽ നിങ്ങൾ വരിക. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ലെഗസി എന്ന് പറഞ്ഞിട്ട് 12,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ 50% നമ്മൾ ബാലൻസ് ഷീറ്റിലും കാണിക്കണം, 50% ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലുമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ലെഗസിയിൽ വന്നിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ അടുത്തത് എൻട്രൻസ് ഫീയിലും അതുപോലെ തന്നെ 50% ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എൻട്രൻസ് ഫീ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് 50% ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ എൻട്രൻസ് ഫീയുടെ 50%ഉം
നമ്മൾ എവിടെയും കൂടി കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം, പകുതി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കാണിക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്നത് മനസ്സിലാക്കുക. നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, റിസീവ് ചെയ്തിട്ടില്ല. റിസീവ് ചെയ്യാനുള്ളതാണ്, പക്ഷേ ഇതുവരെയായിട്ട് റിസീവ് ചെയ്തിട്ടില്ല. 1200. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനോടൊപ്പം എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അടുത്തത് വരുന്നത് ഓയിങ് ഫോർ റെൻറ്റ്, അതും റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആണ്. പിന്നെ ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ അറ്റ് 10% ആൻഡ് സ്പോർട്സ് മെറ്റീരിയൽസ് ബൈ ₹2000. ഫർണിച്ചറിൻ്റെ 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫർണിച്ചറിന്മേൽ 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ സ്പോർട്സ് മെറ്റീരിയൽസിലെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 2000 ആണ് ഡിപ്രീസിയേഷൻ. അപ്പം നമുക്ക് അവിടെ പെർസെൻറ്റേജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ സ്പോർട്സ് മെറ്റീരിയൽസിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2000 ആണെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.